നമസ്കാരം. ജൂലൈ 31 കൊച്ചിയിൽ നടക്കുന്ന ഡിവോഷണൽ മ്യൂസിക്കൽ ട്രീറ്റ് മീര മാധവം, അതിൻ്റെ മെയിൻ ലീഡ് സിംഗർ നമ്മുടെ കൂടെ നിന്നുണ്ട്, മേത്ത അശോക്. നമുക്ക് മേത്ത അശോകിൻ്റെ അടുത്ത് ഈ മ്യൂസിക്കൽ ട്രീറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും അതിൻ്റെ വിഷനെ കുറിച്ചും സംസാരിക്കാം. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു മിനി. എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കിലായിരിക്കും ഇപ്പോൾ അല്ലേ? ഇപ്പം തിരക്കിലുമാണ്, എക്സൈറ്റ്മെന്റിലുമാണ്. അതെ. എത്രത്തോളം ഉണ്ട് എക്സൈറ്റ്മെന്റ്? എത്രത്തോളം വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ? ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. കറക്റ്റ്. സോ നല്ല പോലെ ഒരുപാട് ആഗ്രഹിച്ച് സംഭവിക്കുകയാണ് ഫൈനലി. സോ അതിന്റെ എല്ലാ രീതിയിലുള്ള എക്സൈറ്റ്മെന്റും ഉണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യണം. സോ മീര മാധവം ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? അതിൻ്റെ എങ്ങനെയായിരുന്നു ഒരു ഐഡിയ മുന്നോട്ട് വന്നത്? ഞാൻ അത്യാവശ്യം എനിക്ക് അമ്പലങ്ങളിൽ പാടാൻ ഇഷ്ടമാണ്. ധാരാളം പാടാൻ താല്പര്യമുള്ള ഒരാളാണ്. മ്യൂസിക് ഞാൻ 4th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഇങ്ങനത്തെ ഭജൻ ഗ്രൂപ്പ്സിൻ്റെ ഒരു എമർജൻസ് കണ്ടത്. സോ ഐ വാസ് ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ലൈക്ക് ദിസ്. അങ്ങനെ ആലോചിച്ച് കൂട്ടി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി വോക്കൽസ് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറും കൂടിയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു 11 RLV മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻസ്, മഹാരാജാസ് മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻസ്, സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻസ്, ഇത്രയും 11 സിംഗേഴ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഭാഗ്യം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അതിന് ഈ മീര മാധവ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ, ആ ഒരു പേര് എങ്ങനെ? ഞാൻ പേഴ്സണലി ഒരു കൃഷ്ണഭക്തയാണ്. സോ മീരയെക്കാളും വലിയൊരു ഭക്ത ഇല്ല എന്നാണ് ഒരു ധാരണ. സോ മീര മാധവ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ എനിക്ക് ആ പേര് സജസ്റ്റ് ചെയ്ത് തന്നത്. കാരണം മാരാരി ഞാൻ ഒരുപാട് സ്റ്റേജസിൽ പാടുന്ന ഒരാളാണ്. സോ ഷീ വാസ് ലൈക്ക് ഇതായിരിക്കും ചേർന്ന പേര് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്തതാ. അപ്പോൾ എനിക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഒരു തീരുമാനമാണ് ഞാൻ ബേസിക്കലി എടുക്കുക. അപ്പോൾ ഞാൻ ഈ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ അത് യുനാനിമസ്ലി എലക്റ്റഡ് ആയി. ഇതിപ്പോ ടോട്ടൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞ? ഞാൻ അടക്കം 12 സിംഗേഴ്സ്. 12 സിംഗേഴ്സിന്. ഈ 12 സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സ്ഥലത്തു നിന്ന് വരുന്ന കുട്ടികളായിരിക്കുമല്ലോ. അവരെയൊക്കെ ഒരു ഹാൻഡിൽ ചെയ്യണമെന്നൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുണ്ടോ അതോ ഈസി ആയിരുന്നോ? ഒരിക്കലും അല്ല. ഞാൻ പേഷ്യൻസ് ധാരാളം പഠിച്ചു എന്ന് പറഞ്ഞിട്ട്. അല്ല, ഒരു ടീച്ചർ എന്ന നിലയിൽ കുറച്ചൊരു പേഷ്യൻസ് ഓൾറെഡി ഉണ്ടാവും. അതെ അതെ, അത് കോവിഡ് തൊട്ട് ഉണ്ട്. കാരണം കുട്ടികളെ പഠിപ്പിച്ചു വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പഠിച്ചു പോവും. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രശ്നം ദൂരത്തുനിന്ന് വരുന്നവർക്ക് നേരത്തെ പോവുക, അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. സോ ഇവരെല്ലാവരും ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ടാസ്ക് ആണ്. അതെ. ഈ എല്ലാ കുട്ടികളും സിംഗേഴ്സ് തന്നെയാണ് അല്ലേ? അതെ അതെ. അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇവർക്ക് ചിലവർ മാരിഡ് ആണ്, മോസ്റ്റ്ലി അല്ല. പക്ഷെ ഈ മ്യൂസിക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഫോക്കസ് അൺഡിവൈഡഡ് ആണ്. ഇപ്പോൾ വേറെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ അതിന്റെ ടൈമിങ് അതൊന്നുമില്ല. എല്ലാവരും ഒരു പാട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞാൽ നീറ്റായിട്ട് പഠിച്ചിട്ട് വരും. സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കാര്യം. കുറെ പേര് ഹൗസ് വൈഫ്സ് ആയിരിക്കും. രണ്ടുപേര് ഹൗസ് വൈഫ്സ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടും എല്ലാം വേണമല്ലോ. ഇത് നിങ്ങൾ ഡിവോഷണൽ സോങ്സ് മാത്രമാണോ അതോ മിക്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പാട്ടുകൾ എങ്ങനെയാ? സെലക്ഷൻ ഓഫ് സോങ്സ് എങ്ങനെയാണ്? പോപ്പുലർ ആയിട്ടുള്ള ഡിവോഷണൽ സോങ്സ് ഉണ്ട്. പക്ഷെ ഐ ബിലീവ് ഡിവോഷൻ ഇസ് ഇൻ സ്റ്റിൽനെസ്. സോ ഒരുപാട് ഭയങ്കര ബഹളമായിട്ടുള്ള സോങ്സ് അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി മെലഡീസ് ആണ്. പിന്നെ വന്നിട്ട് എല്ലാവരും ഈ ക്ലാസിക്കൽ ഇൻക്ലിനേഷൻ ഉള്ള ആളുകളായത് കാരണം പദം, കൃതി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ അതേപോലെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള സോങ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഒരിക്കലും ആ ഒരു റെക്കോർഡ് ഫോളോ ചെയ്യണില്ല. കറക്റ്റായിട്ട് നമ്മൾ അത് വേറൊരു ഭാഗ്യം. നമ്മുടെ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള RLVയിലെ കുട്ടികളുണ്ട്. അവരും RLV തന്നെയാണ്. അപ്പോൾ അവരുടെയും ഭയങ്കര കോൺട്രിബ്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫ്ലൂട്ടായാലും വയലിനായാലും, ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ തകർത്ത് മിനിക്കാണ്. ഈ ഓർക്കസ്ട്രയും ഗേൾസ് ലേഡീസ് തന്നെയാണോ? രണ്ടുപേര്. ഇപ്പോൾ തബലയും വയലിനും ഗേൾസ് ആണ്, ബാക്കി ആൺകുട്ടികളാണ്. ഇപ്പോൾ ഒരുപാട് ഡിവോഷണൽ ഇതേപോലത്തെ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് ഷോസ് വരുന്നുണ്ട്. ഈ മീര മാധവം ഇതിൽ നിന്നും ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ അതിൽ? ഇപ്പോൾ നമ്മുടെ ലോഞ്ചാണ് വരുന്നത്. സോ അത് നമ്മൾ അത്രയും ഭംഗിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
സോ അതിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു 12 സിംഗേഴ്സ്, 9 ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ വി ഹാവ് വെരി ടാലൻറ്റഡ് ഡാൻസേഴ്സ്. സെന്നിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു 6 ഡാൻസേഴ്സ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇറ്റ് വിൽ ബി ലൈക്ക് എ വിഷ്വൽ ട്രീറ്റ്. ഡാൻസ് എന്ന് പറയുന്നത് വേറൊരു ഹൈലൈറ്റഡ് പോർഷൻ തന്നെയാണ്. കാരണം നമ്മൾ കണ്ടുവരുന്ന അധികം സിംഗിങ് സ്റ്റൈലാണ്. സ്റ്റേജിലിരുന്ന് കുറച്ച് പേരിരുന്ന് പാടുന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് അതിന് പുറമെ ഇത് ഭയങ്കര ഒരു ഹൈലൈറ്റിംഗ് ഒരു വിഷ്വൽസ് തന്നെ ആയിരിക്കും ഓഡിയൻസിന് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഡാൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫോം ഓഫ് ആർട്ടാണ് അതിലുള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പദം ഇത് ഇത്യാദികൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം മോഹിനിയാട്ടം ഉണ്ട്, മോഹിനിയാട്ടം ആ ഒരു വേഷത്തിലുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു കഥ പോലെ അത് ആയിട്ട് ഡാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഉണ്ടാവും. ലൈവായിട്ട് പെർഫോം ചെയ്യാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ സ്ക്രീനിൽ കാണിക്കുക, അതൊന്നല്ല. വി ഹാവ് ലൈവ് ഡാൻസേഴ്സ് പെർഫോമിങ് ഫോർ അസ്. സാധാരണ ഈ ഡിവോഷണൽ സോങ്സിന് ഒരു സ്പെഷ്യൽ ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ അത് അവരെ മാത്രം ഉദ്ദേശിച്ചാണോ, അല്ലെങ്കിൽ ജെൻസി ഇന്നത്തെ ജനറേഷൻ കിഡ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും എലിമെന്റ് ഇതിലുണ്ടോ? ഇല്ല മിനി, എനിക്ക് തോന്നുന്നു കാരണം ഈ ഭജൻസ് അതൊരു ഏജ് ഗ്രൂപ്പിനാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പോയിരിക്കണു. കാരണം ഇപ്പം ഈ സോങ്സ് ഒക്കെ ഭയങ്കര പോപ്പുലറായി. എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, 6 year old, ചെറുതാണ്. അത് അപ്പം ഞാൻ ഈ മീരാമാധവൻ ചെയ്യണു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാ. എൻ്റെ അടുത്ത് വന്നിട്ട് രാധതൻ പ്രേമത്തോടാണോ പാടിത്തരുമോ എന്നൊക്കെ ചോദിക്കും. സോ ഇത് ഭയങ്കര പോപ്പുലറാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ ഈ പറയുന്നത് ഇവർക്കൊരു ഡിഫറൻസ് കൊടുക്കണമല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ റെക്കോർഡിൽ എന്ത് കേട്ടു അത് തന്നെ നമ്മൾ പ്ലേ ചെയ്തിട്ട് കാര്യമില്ല, അതൊരു ഓഫായി പോകും. സോ വാട്ട് വി ഡു ഇസ് ലൈക്ക് ലൈറ്റും സൗണ്ടും നമ്മളതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. നമ്മളിതിൽ അത്രയും കാര്യമായിട്ട് അത് കണക്കിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരങ്ങേറ്റം ചെയ്ത സമയത്ത്, ഗുരുവായൂർ അരങ്ങേറ്റം, അവിടെ ഇപ്പോൾ നമുക്കൊരു സ്ക്രീൻ, LED സ്ക്രീൻ ഒന്നും നമുക്ക് വെക്കാൻ തരപ്പെടില്ല. കാരണം ബാക്ക് ടു ബാക്ക് പ്രോഗ്രാമാണ്. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ തന്നെ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം അല്ലേ. സോ അതൊക്കെ അപ്പോൾ റീല് കാണുന്ന സമയത്ത് ഈ ചെറിയ ആളിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണതാ, ഇപ്പൊ അവരൊക്കെ പാടണം, ഓരോരുത്തർ പാടുമ്പോൾ പിന്നിലൊക്കെ കൃഷ്ണനൊക്കെ വരില്ലേ, നിങ്ങൾ പാടുമ്പോൾ എന്താ വരത്തെ? ഞാൻ പറഞ്ഞു അതൊക്കെ വരും, ഗോകുലം പാർക്കിൽ വരും 31-ാം തീയതി, അപ്പൊ ഇതൊക്കെ ശരിയാവും എന്ന് പറയും. സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് എ മാജിക്കൽ കൈൻഡ് ഓഫ് തിങ്. ഇതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഇതിന്റെ ഇപ്പൊ നിങ്ങൾ പോസ്റ്റേഴ്സ് ഒക്കെ നല്ലോണം ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ, എങ്ങനെയുണ്ട് ഒരു റെസ്പോൺസ് ഇതിന്റെ? ആക്ച്വലി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആട്ടോ. എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആളുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. ഒരു 12 ഗേൾസ് ഇരുന്ന് പാടുന്നത് കാണാനും രസമുണ്ട്, കേൾക്കാനും സുഖമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പാട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇട്ടിരിക്കുന്നത് പനിമത്തി, മുഖിബാലെ, അങ്ങനത്തെ പാട്ടുകളൊക്കെയാ. അതെ, അപ്പോൾ അതൊക്കെ അവരെടുത്ത് പറയുന്നുണ്ട്. കോൾസിൽ വരുന്ന സമയത്ത് ഇത് വരാറുണ്ടോ? ഇന്ന പാട്ടുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ റിക്വസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല, അവരെങ്ങനെയാ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം കേൾക്കണ പാട്ടുകൾ തന്നെയാണോ പാടണേ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും എല്ലാ കൃതികൾ എടുക്കുന്നുണ്ട്, പദങ്ങൾ എടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അജിതാഹരെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അവര് ഓക്കെ. അപ്പൊ ഉടനത്തെ എപ്പോഴാ പ്രോഗ്രാം വരുന്നതാണ്. സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. എങ്ങനെയാ സെലിബ്രിറ്റീസിന്റെ ഒക്കെ റെസ്പോൺസ് ഒക്കെ? എല്ലാരും വരുന്നുണ്ടാവില്ലേ? ഉണ്ട്, വിജയ് ബാബു ഉണ്ട്, ദേവൻ. പിന്നെ വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഷണൽ സോങ്സിന്റെ ഇത്രയും പോപ്പുലാരിറ്റി വരാനുള്ളൊരു റീസൺ, നല്ല സോങ്സ് വരുമ്പോഴാണല്ലോ ഇതിന്റെ ആ ഒരു ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. സോ അത് മയിൽപീലി എന്ന് പറയുന്ന ആൽബം, വിജയൻ മാസ്റ്ററിലെ ജയൻ മൂപ്പര അദ്ദേഹമാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനോജ് ഏട്ടന്റെ ഫാദറാണ്. അപ്പോൾ സ്വർഗീയ സംഗീത പുരസ്കാരം എന്നുള്ളൊരു ഓണറിങ് വി ആർ ഡൂയിങ് ദാറ്റ്. സോ അത് ഏറ്റുവാങ്ങാനായിട്ട് വി ആർ റിയലി ബ്ലെസ്ഡ്. മനോജേട്ടൻ വരുന്നുണ്ട്. മനോജേട്ടൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കേണ്ട ഒരു, അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, മനോജേട്ടൻ പാട്ട് പാടുന്നുണ്ടോ എന്നാണ്. ഉണ്ടോ? സർപ്രൈസ് ആണ് നമുക്ക്. അതെ, അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ജൂലൈ 31 വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? ഏത് വർഷം മുതലേ പാട്ടിലോട്ട് വന്നത്? പാട്ടിലേക്ക് ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. ഞാനൊരു 11th, ഞാൻ ദുബായിലായിരുന്നു. സോ ഒരു 11th ഗ്രേഡ് തൊട്ട് ആണ് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു 4 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ? പാടാം.
ഇത് വളരെ ഇഷ്ടമുള്ളൊരു സോങ് ആണ്. ഇപ്പൊ ഞങ്ങൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഇത് മസ്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞു വെച്ചൊരു പാട്ടായിരുന്നു. ആണോ? ഓക്കെ. അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂരിൽ നീ ഉണ്ണിയല്ലേ, അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂരിൽ നീ ഉണ്ണിയല്ലേ, നവനവ ഭാവങ്ങൾ അണിയുമ്പോഴും നവനവ ഭാവങ്ങൾ അണിയുമ്പോഴും നവനീതം ചൊരിയുന്ന കണ്ണനല്ലേ, പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു, എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി, എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി. അയ്യോ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ആണ് നമുക്കത് കിട്ടിയിട്ടുണ്ടത്. വെയിറ്റ് ചെയ്യാൻ വയ്യ സത്യം പറഞ്ഞെങ്കിൽ ജൂലൈ 31 വരെ വരെ എന്താണെങ്കിലും വരും. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഓഡിയൻസ് തിരിച്ചൊരു ടേക്ക് അവേ പോലെ എന്തായിരിക്കും തിരിച്ചു കൊണ്ടുപോവുക? വളരെ പ്രാർത്ഥനയിലും ഭക്തിയിലും ഞാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. ഒരേ പ്രാർത്ഥനയല്ല, എല്ലാവർക്കും സമാധാനം കിട്ടണം, അതാണല്ലോ ഇപ്പം ഇല്ലാത്തത്. അതെ. സോ ത്രൂ മ്യൂസിക് അത് മാത്രം മതി. എല്ലാവരും സന്തോഷം, അത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ സംഭവിക്കും. സമാധാനത്തിൽ എല്ലാവരും തിരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്കും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓഡിയൻസ്, വരുന്ന ഓഡിയൻസ് മനസ്സ് നിറച്ച് ഭക്തിയും സന്തോഷവും സമാധാനത്തോടെ തന്നെ തിരിച്ചു പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. 31 നമുക്ക് ജൂലൈ 31 നമുക്ക് കാണാം. ജൂലൈ 31 ഗോകുലം കൺവെൻഷൻ സെന്റർ, കല്ലൂർ, മീരാമാധവൻ ലോഞ്ച്. അതെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് എൻറ്റയർ ടീമിന്. താങ്ക് യു.